അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഒരുപക്ഷെ ഈ പി കൃഷ്ണദാസ് ഉന്നയിച്ച ചില വിഷയങ്ങളുണ്ട്. ഈ ഇന്ത്യ സഖ്യത്തിലിരുന്ന പല നേതാക്കളും, കേരളത്തിലടക്കം പല നേതാക്കൾ ജയിലിൽ കിടന്നിട്ടില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനെയും അദ്ദേഹം ന്യായീകരിക്കുകയാണ്. BJP നടത്തുന്ന, കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ പ്രതിപക്ഷ വേട്ടയെ ന്യായീകരിക്കുകയാണ് കൃഷ്ണദാസ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. 99 മുതൽ 2004 വരെ ഇന്ത്യയിൽ അധികാരത്തിൽ 6 കൊല്ലക്കാലം ഇരുന്ന അടൽ ബിഹാരി വാജ്പേയി സർക്കാർ, ആ സർക്കാരിനെ പുറത്താക്കണമെന്ന് ഇന്ത്യ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടിച്ചേർന്ന് ഒരു പ്രതിപക്ഷ മുന്നണി ആയില്ലെങ്കിൽ പോലും, ഇന്ത്യ മുന്നണി ആയിട്ടില്ലെങ്കിൽ പോലും ഒരു പൊതുബോധനം വികസിച്ചിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം ഗുജറാത്തിലെ വംശഹത്യയാണ്, അക്കാലത്ത് കിടന്ന ന്യൂനപക്ഷ വേട്ടകളാണ്. അതിൻ്റെ തനിയാവർത്തനം മാത്രമല്ല, 10 കൊല്ലക്കാലം ഇന്ത്യ രാജ്യത്തെ സമ്പൂർണ്ണമായി തകർക്കുകയും ഒരു മതരാഷ്ട്ര നിർമ്മിതിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ BJP തയ്യാറെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ആസുരമായ ഭാവത്തിൽ മണിപ്പൂരിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട BJP പ്രതിനിധി പറയുമ്പോൾ നിയമവാഴ്ച ഉറപ്പുവരുത്താൻ വേണ്ടി നിങ്ങൾ ജയിലിലിടണം, മറ്റേ ചെയ്യണം, മറിച്ച് ചെയ്യണം എന്നെല്ലാം പറയുന്നു. അത് ഗുജറാത്തിൽ കണ്ടില്ലല്ലോ. ബിൽക്കിസ് ബാനു കേസിലെ പ്രതികളെ മോചിപ്പിച്ചപ്പോൾ നിയമവാഴ്ച വേണം നിങ്ങൾക്ക് തോന്നിയോ? മണിപ്പൂരിൽ സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെട്ടിട്ട് കേസെടുത്തില്ലല്ലോ. നിങ്ങൾക്ക് എന്താണ് നിയമവാഴ്ച ഉറപ്പുവരുത്താൻ തോന്നാതിരുന്നത്? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാം കേരളത്തിൽ കാണുന്നു. കേരളത്തിൽ FIR എടുക്കാതില്ല. കേരളത്തിലൊരു കേസിൽ FIR എടുക്കാതില്ല. മാത്രമല്ല, കേരളത്തിൽ നിയമവാഴ്ച സുഭദ്രമാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ എത്രയോ അന്വേഷണ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തിൻ്റെ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച്. ഞാൻ ആധികാരികമായിട്ട് പറയുന്ന കാര്യം എന്താണ്? ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ BJP പുറത്താക്കുന്നതിന് 2004 പരിശ്രമിച്ചതുപോലെ 2024 തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ മാതൃകയുണ്ട്. 2004 മാതൃക എന്താണ്? പരസ്പരം മത്സരിച്ചവർ ഡൽഹിയിലെത്തി അവിടെ BJPക്കെതിരായി ഒരുമിച്ചു. അതാണ് 2004 UPA 1. 2024 മാതൃക എന്താണ്? തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇന്ത്യ രാജ്യത്തെ 28 പാർട്ടികൾ ഒരുമിച്ചിരിക്കുന്നു. അവർ പറയുന്നു ഞങ്ങൾ പഞ്ചാബിൽ മത്സരിക്കും, പക്ഷേ പഞ്ചാബിൽ ജയിച്ചു വന്നാൽ ജയിച്ചു വരുന്നവർ BJPക്കെതിരെ നിൽക്കും. ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും പരസ്പരം മത്സരിക്കും. അങ്ങനെ പരസ്പരം മത്സരിക്കുന്നൊരു സ്ഥലമാണ് ബംഗാൾ, പരസ്പരം മത്സരിക്കുന്നൊരു സ്ഥലമാണ് ഇപ്പം നമ്മുടെ കേരളം. ഈ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പരസ്പരം മത്സരിച്ചാലും ജനങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്, മോദിക്കെതിരായിട്ട് വോട്ട് ചെയ്തോളൂ. ആ വോട്ട് ചെയ്യുമ്പോൾ സേഫായിട്ട് വോട്ട് ചെയ്യാൻ പറ്റിയത് ഇടതുപക്ഷത്തിലാണ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഉപ്പാണ്. ഉപ്പില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഉപ്പാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയം ഒരു പ്രത്യയശാസ്ത്ര ദൃഢത ഇന്ത്യക്ക് നൽകും. ഒരു മതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള BJPയുടെ അജണ്ടയ്ക്ക് പ്രത്യയശാസ്ത്രപരമായ ചെറുത്തുനിൽപ്പിൻ്റെ കേന്ദ്രമാണ് ഇടതുപക്ഷം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ 2004 പോലെ 2024 ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. പിന്നെ ഇവിടെ പറയുന്നുണ്ടല്ലോ, അഴിമതിക്കാരായ നേതാക്കളെല്ലാം ജയിലിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആസാമിലെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടാം, മഹാരാഷ്ട്രത്തിലെ നമ്മുടെ ഇപ്പോഴത്തെ അവിടുത്തെ പ്രഫുൽ പട്ടേലിനെ പിടിച്ച് ജയിലിലിടാം, അതുപോലെ തന്നെ അശോക് ചൗഹാനെ പിടിച്ച് ജയിലിലിടാം, നാരായൺ റാണയെക്കുറിച്ച് ജയിലിലിടാം. ഈ നേതാക്കന്മാരെക്കുറിച്ചെല്ലാം നിങ്ങൾ BJPക്കാർ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ വേണേൽ അങ്ങോട്ട് ഞാൻ പറഞ്ഞു തരാം. എന്താ നിങ്ങളുടെ ആഫീസിനകത്ത് വാഷിംഗ് മെഷീൻ ഉണ്ടോ? EDയും അതുപോലെ തന്നെ ഇവിടുത്തെ CBIയും അതുപോലെ തന്നെ മറ്റ് അന്വേഷണ ഏജൻസികൾ, പ്രത്യേകിച്ച് ഇൻകം ടാക്സുകാരും റെയ്ഡ് നടത്തുക. റെയ്ഡ് നടത്തി കഴിയും പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, റെയ്ഡ് നടത്തിയ സ്ഥലത്തെല്ലാം നിങ്ങൾ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിക്കും. നിങ്ങൾ സാന്തിയോഗ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചില്ലേ? അവിടെ ED റെയ്ഡ് ഉണ്ടായിരുന്നില്ലേ? ED റെയ്ഡിന് ശേഷമല്ലേ കാശ് വാങ്ങിച്ചത്? വേദാന്തയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചു, അതിന് ശേഷം റെയ്ഡിന് ശേഷമല്ലേ അവിടുന്ന് പൈസ വാങ്ങിച്ചത്? എത്രയോ സ്ഥാപനങ്ങൾ നിങ്ങൾ റെയ്ഡ് നടത്തി. അദാനിയുടെ കമ്പനി ഒഴിച്ചുള്ള മുഴുവൻ കമ്പനികൾ റെയ്ഡാണ്. അവിടെ നിന്നെല്ലാം കാശ് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഈ രാജ്യത്തെ കൃഷ്ണദാസ്, ഒരുപക്ഷെ അനിൽകുമാർ ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമാണ്. താങ്കൾ പറഞ്ഞത് ഇത് കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്താണല്ലോ. സാന്റിയാഗോ മാർട്ടിൻ്റെ 2 കോടിയുടെ പണം വാങ്ങിയത്, അത് അനിൽകുമാർ മറുപടി പറയും. പക്ഷേ ഇവിടെ ഉയരുന്നത് 22,000 കോടി അഴിമതിയുടെ ഇലക്ട്രൽ ബോണ്ടിന്റെ അഴിമതിയാണ്. അനിൽകുമാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം അജിത് പവാറിന്റെ 25,000 കോടിയുടെ അഴിമതി എങ്ങനെയാണ് BJPയിൽ ചേരുന്നതിന്റെ പിറ്റേന്ന് അഴിമതിയല്ലായി മാറുന്നത്? അശോക് ചവാന്റെ അഴിമതി എങ്ങനെ അഴിമതിയല്ലായി മാറുന്നു? ഇതൊക്കെ എങ്ങനെയാണ് മാറുന്നത്? എനിക്കൊന്ന് പറയാനുണ്ട്. ഇലക്ട്രൽ ബോണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്ന നിയമപരമായി നടപ്പാക്കുന്ന നടപടിയുടെ ഭാഗമായിട്ടല്ലേ ഇലക്ട്രൽ ബോണ്ട് ഉണ്ടായത്? അല്ല, ശ്രീ അനിൽകുമാർ പറയൂ, താങ്കൾ പറയൂ, ആ വാദം പൂർത്തിയാക്കൂ താങ്കൾ.
ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ഡൽഹി മദ്യനയ കേസ് പറയുന്നു. എന്താ ഡൽഹി മദ്യനയ കേസ്? ഡൽഹിയിലെ മദ്യനയം മാറ്റുന്നതിന് വേണ്ടി അവിടുന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് ഗോവയിലെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു. ഇതാണല്ലോ നിങ്ങളുടെ കേസ്. നിങ്ങൾ ആ പണം കൊടുത്തു എന്ന് പറഞ്ഞ വ്യക്തിയുടെ നിന്ന് പണം പിടിച്ചിട്ടുണ്ടോ? ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരുടെ നിന്ന് പണം പിടിച്ചിട്ടുണ്ടോ? ഒരു പണവും പിടിച്ചിട്ടില്ല. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഉള്ളൂ. മാത്രമല്ല, നിങ്ങളൊരു മാപ്പുസാക്ഷി അവതരിപ്പിച്ചു. ആ മാപ്പുസാക്ഷി അയാളാണ് പണം കൊടുത്തതെന്ന് പറയുന്നത്. അയാളുടെ നിങ്ങൾ 59 കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചു. നിങ്ങൾ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചിട്ട് അത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നു. ആം ആദ്മി പാർട്ടി പണം വാങ്ങിച്ച് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നു. ഇതിലേതാ നിങ്ങൾക്ക് കുറ്റം? നിങ്ങൾ ഇന്ത്യ രാജ്യത്തിനകത്ത് നിയമവ്യവസ്ഥയ്ക്കകത്ത് കളങ്കമുണ്ടാക്കാൻ എന്താ കളങ്കം ഉണ്ടാക്കിയത്? ഏറ്റവും പ്രധാനപ്പെട്ട കളങ്കം എന്ന് പറയുന്നത് 10 കോടി രൂപ ലാഭമാണെങ്കിൽ 100 കോടി രൂപ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ബോണ്ട് കിട്ടുന്ന വിധം നിങ്ങൾ കമ്പനി നിയമം മാറ്റിയില്ലേ? ഒരു സ്ഥാപനം ലാഭത്തിൻ്റെ 7.5% മാത്രമേ സംഭാവന കൊടുക്കാവൂ. നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്തു? ലാഭമില്ലെങ്കിലും സംഭാവന കൊടുക്കാൻ വേണ്ടി വ്യവസ്ഥ ഉണ്ടാക്കി. അങ്ങനെ അദാനിയുടെ ഷെൽ കമ്പനികളിലൂടെ നിങ്ങൾ ഇഷ്ടം പോലെ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചു. നിങ്ങൾ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെല്ലാം നിങ്ങൾക്ക് വേണ്ടി പരുവപ്പെടുത്താൻ ശ്രമിച്ചു. എന്നിട്ട് പ്രതിപക്ഷ നേതാക്കന്മാർ ടാക്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, നിർമ്മല സീതാരാമൻ്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റു പാർട്ടികളുടെ പേര് നടപടിയെടുത്തല്ലോ. ഞാൻ കൃത്യമായിട്ട് ചോദ്യം ചോദിക്കുക. 2004 45 കോടി രൂപ നിങ്ങൾ കണക്ക് കാണിച്ചിട്ടില്ല. BJP കണക്ക് കാണിക്കാത്ത 45 കോടി രൂപയുണ്ട്. ഇപ്പം അതിൻ്റെ പിഴ ഈടാക്കാൻ കഴിഞ്ഞാൽ ഏതാണ്ട് 4200 കോടി രൂപ നിങ്ങൾക്ക് പിഴ വേണം. എന്താ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് BJPക്ക് പിഴ ഇടാത്തത്? കണക്ക് കാണിക്കാത്തതിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ പിഴ ഇടേണ്ടത് BJPക്കല്ലേ? ഇനി നിങ്ങളുടെ നേതാവ് ധർമ്മരാജൻ കൊടകര കുഴൽപ്പണമായിട്ട് 1,23,43,00,000 രൂപ പിടിച്ചില്ലേ? നിങ്ങളുടെ നേതാക്കന്മാരുടെ കയ്യിൽ കുഴപ്പണമല്ലായിരുന്നോ? സുരേന്ദ്രൻ്റെ ശബ്ദം നമ്മൾ കേട്ടില്ലേ? 25 ലക്ഷം രൂപ കൊണ്ട് നടക്കുന്നതിൻ്റെ വിഷമം. നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. 25 ലക്ഷം രൂപ കൈക്കൂലി CK ജാനുവിന് കൊടുക്കാൻ കൊണ്ടു നടക്കുന്നതിൻ്റെ പാട്. അപ്പോൾ കള്ളപ്പണം നിങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ പെട്ടെന്നൊരു മാന്യത എടുത്തണിയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്. നന്ദി എന്താണെന്നറിയാമോ? നിങ്ങൾ രാമക്ഷേത്രമൊക്കെ പറഞ്ഞ് വികാരമൊക്കെ ഉണ്ടാക്കി വിശ്വാസത്തിൻ്റെ പേര് നാട്ടുകാരെ പറ്റിക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഉന്നം തെറ്റിപ്പോയി. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ അജണ്ട കയ്യിൽ നിന്ന് പോയി. നിങ്ങളുടെ എല്ലാ അജണ്ടകളും കയ്യിൽ നിന്ന് പോയി. ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷം ഒരുമിച്ചിരിക്കുന്നു. BJP എന്ന് പറയുന്ന പാർട്ടി ഒറ്റപ്പെട്ടിരിക്കുന്നു. BJPയെ പുറത്താക്കും തരത്തിലേക്കുള്ള ഒരു ജനമുന്നേറ്റം ഇന്ത്യ രാജ്യത്ത് സാധ്യമായിരിക്കും.